ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മഞ്ഞു പെയ്യുന്ന പാതിരാവിൽ വിണ്ണിനെയും മണ്ണിനെയും അനുരഞ്ജിപ്പിക്കാൻ സ്നേഹത്തിന്റെ സന്ദേശവുമായി ഒരു രക്ഷകൻ. പ്രവചനങ്ങളുടെ പൂർത്തീകരണവും പ്രതീക്ഷകളുടെ രക്ഷകനുമായവൻ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ സ്നേഹത്തിന്റെ സന്ദേശവുമായി ഭൂജാതനായി. ആ രക്ഷകന്റെ ജനനത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ക്രിസ്മസ്. സ്നേഹം, ത്യാഗം, സമാധാനം ഇവയെല്ലാം മുറുകെ പിടിക്കുമ്പോഴാണ് മനുഷ്യ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് എന്ന വലിയ പാഠം ലോകത്തിന് നൽകിയ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി യാഥാർത്ഥ്യമായ പുണ്യദിനമാണ് ക്രിസ്മസ്. സെബലൂൺ ഗോത്രത്തിന് അവകാശമായി ലഭിച്ച 12 ഗ്രാമങ്ങളിൽ ഒന്നാണ് ബേത്ലഹേം. യൂദയായിലെ ഒരു പട്ടണമാണിത്. ദാവീദിന്റെ കുടുംബ നഗരമാണ് ബേത്ലഹേം. രക്ഷകനെ കാത്തിരുന്ന ജനതയ്ക്ക് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ല വിരുന്നൊരുക്കിയ സുദിനമാണ് ക്രിസ്മസ്. ഈശോ മിശിഹായുടെ പിറവി കൊണ്ട് ഭാഗ്യപ്പെട്ട പട്ടണമാണ് ബേത്ലഹേം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്: ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്നും യൂദയായിലെ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് യാത്ര ചെയ്യുന്ന വിശുദ്ധ യോസേപ്പ് പിതാവിനെയും പരിശുദ്ധ കന്യകാമറിയത്തെയും. മിക്ക പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്ത വചനത്തിന്റെ പൂർത്തീകരണത്തിന് സാക്ഷിയായ പട്ടണം. മിക്ക പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: ബേത്ലഹേം എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്നും പുറപ്പെടും. ഈ വചനത്തിന്റെ പൂർത്തീകരണമാണ് ക്രിസ്മസ്. ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേം. ദാവീദ് ആടുകളെ മേയിച്ചിരുന്ന സ്ഥലമാണ് ബേത്ലഹേം. ദാവീദ് ബേത്ലഹേമിൽ ആടുകളെ മേയിക്കുന്നതും യേശു ബേത്ലഹേമിൽ ജനിക്കുന്നതും തീർത്തും യാദൃശ്ചികമാണെന്ന് പറയാനാവില്ല. യഹൂദരുടെ രാജാവായി ജനിച്ചവൻ എവിടെയെന്ന് ജ്ഞാനികൾ ചോദിച്ചപ്പോൾ ഫരിസേയരും നിയമജ്ഞരും നൽകുന്ന മറുപടി യൂദയായിലെ ബേത്ലഹേമിൽ എന്നാണ്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ജനനം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ: മനുഷ്യനായി പിറന്നിരിക്കുന്നത് ദൈവമാണ്. അതെ, ദൈവം മനുഷ്യനായി പിറന്നതുകൊണ്ടാണ്. ദൈവം മനുഷ്യനായത് എന്തിനു വേണ്ടിയാണ്? അത് കുർബാനയാകാനായിരുന്നു. അതാണ് അവന്റെ ജനനത്തിൽ കാണുന്നതും ഇഹലോക ജീവിത അവസാനത്തിൽ അവൻ ചെയ്യുന്നതും. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ചു. വചനം പറയുന്നത് വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയെന്നാണ്. പുൽത്തൊട്ടി കാലുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള മരം കൊണ്ടുണ്ടാക്കിയ ഇടമാണ്. വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയെന്നത് സത്യത്തിൽ വരാനിരിക്കുന്ന 2 കാര്യങ്ങളുടെ പ്രവചനം കൂടിയായിരുന്നു. വെള്ളക്കച്ച എന്നത് കുരിശുമരണത്തിനു ശേഷം യേശുവിനെ പൊതിയാനിരുന്ന കച്ചയിലേക്ക് വിരൽ ചൂണ്ടുന്നു. മരിക്കുമ്പോൾ ക്രിസ്തു ലോകത്തിനാകമാനം ഭക്ഷണമായി മാറും എന്നതിൻ്റെ മുൻരൂപമായിട്ടാണ് പുൽത്തൊട്ടി നിൽക്കുന്നത്. അതിനാൽ ബേത്ലഹേമിലെ ശിശുവായ യേശു ക്രിസ്തു ലോകത്തിന് ആകെ ഭക്ഷണമാണ് എന്നത് കുർബാനയുടെ മുൻരൂപമാണ്. ഹെബ്രായ ഭാഷയിൽ ബേത്ലഹേം എന്ന പേരിന്റെ അർത്ഥം പോലും അപ്പത്തിന്റെ ഭവനം എന്നാണ്. ജീവന്റെ അപ്പമായി ഈശോ അപ്പത്തിന്റെ ഭവനത്തിൽ ജനിച്ച് ലോകത്തിന് അപ്പമാകാൻ ഒരു പുൽത്തൊട്ടിയിൽ കിടത്തപ്പെട്ടു എന്നാണ്. ഈശോ മനുഷ്യനായി പിറന്നത് അപ്പമാകാനായിരുന്നു. മാനവ മക്കളുടെ ആത്മീയ വിശപ്പകറ്റാൻ അപ്പമായി വന്നവൻ. അനുദിനം അപ്പമാകാനുള്ള വിളിയാണ് നമ്മുടേതും. സ്വയം അപ്പമായി കൊണ്ട് മറ്റുള്ളവർക്ക് നമ്മെ തന്നെ മുറിച്ചു നൽകുക. മറ്റുള്ളവർക്ക് മഞ്ഞിൽ മഞ്ഞയായി മാറാനുള്ള നിയോഗമാണ് നമുക്കുള്ളത്. എല്ലാവർക്കും എല്ലാമായി തീരുവാൻ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിത ബേത്ലഹേം ദൈവസാന്നിധ്യത്താൽ സമ്പന്നമാക്കി തീർക്കാം. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ച രക്ഷകൻ നമ്മുടെ ഹൃദയ ബേത്ലഹേമിൽ വന്നു പിറക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.